ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ലെങ്ത്തുള്ള ഒരു വീഡിയോസ് ചെയ്തിട്ട് ഞാൻ ഷോർട്സ് വീഡിയോസ് ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. സമയം പല തിരക്കും കാര്യങ്ങളൊക്കെ പെട്ടിട്ട് അങ്ങനെ ഇടാൻ പറ്റാതായി. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാകും, വേറെ കുറേ ആൾക്കാർക്ക് അത് വിശ്വാസം ഉണ്ടാവില്ല. വിശ്വാസമുള്ളവരും ഒക്കെ അത് വിശ്വസിക്കുക, അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ വീഡിയോ കാണുമ്പോൾ ചിരിച്ചു കളയാ, അത്രേ ഉള്ളൂ. ഏതും നമുക്ക് അനുഭവത്തിൽ വരുമ്പോഴാണ് ഏത് കാര്യവും വിശ്വാസം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് അനുഭവത്തിൽ വന്നൊരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് കേട്ടോ. വേറൊന്നുമില്ല, പോക്കുവരവിനെ പറ്റി. അറിയാലോ, പോക്കുവരവിനെ പറ്റി അറിയുന്നവരുണ്ടാകും, അതിൽ വിശ്വസിക്കുന്നവരുണ്ടാവും, വിശ്വസിക്കാത്തവരും ഉണ്ടാവും. അപ്പോൾ വീണ്ടും പറയാണ്, വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക, അല്ലാത്തവർ തള്ളിക്കളയുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ഇന്നത്തെ വിഷയം പോക്കുവരവിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ പൊന്നു, ഒരു ഒന്നൊന്നര വല്ലാത്തൊരു അനുഭവമായിരുന്നു ഉണ്ടായത്. കാരണം അനുഭവിച്ചതാണ് ഞാൻ വീട്ടിൽ ഉമ്മ ആയിക്കോട്ടെ നന്നായിട്ട് അനുഭവിച്ചായിരുന്നു കേട്ടോ. 2017 എൻ്റെ കല്യാണം കഴിയുന്നത്. അപ്പോൾ 2016 അവിടെ ഒരു പുറത്തൊരു അടുക്കള കെട്ടണത് കേട്ടോ. സ്വാഭാവികം, ഏത് വീട്ടിൽ ഒരു അടുക്കള ഉണ്ടായിരുന്നുണ്ടെങ്കിലും അത് തികയില്ലല്ലോ, 2-3 അടുക്കളകൾ നിർബന്ധമാണല്ലോ ഒരു വീട്ടിന്. അപ്പം അതുകൊണ്ട് വീട്ടിലും അതേപോലത്തെ അടുക്കള പുറത്ത് ഇറക്കി കെട്ടി. പക്ഷെ അത് ഭയങ്കര വിഷയമായിട്ട് മാറിയിട്ടാ. അപ്പോൾ ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉമ്മാക്കാണ് ആദ്യം തുടങ്ങിയത്. ബ്ലോക്കാണ് വന്നത്. അങ്ങനെ ബ്ലോക്ക് വന്നു, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആൻജിയോഗ്രാം എല്ലാം സംഭവം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു വന്നു കേട്ടോ. പിന്നെ അവിടുന്ന് പിന്നെ അങ്ങോട്ട് അസുഖത്തിൻ്റെ പൂരായിരുന്നു ഉമ്മാക്ക്. ഡെയിലി അസുഖങ്ങൾ. ഉമ്മാക്ക് ചൊറിയാണ് തുടങ്ങിയത് കേട്ടോ. പക്ഷേ ഈ ചൊറി എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല, എയിമെന്ന് വന്നു എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഉമ്മാക്ക് ചൊറി വന്നു കഴിഞ്ഞാൽ കാലിൻ്റെ അടി തൊട്ടിട്ട് മേലെ വരെ ചൊറിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചൊറിയും. എന്നിട്ട് കിടന്നിട്ട് ബെഡ് കിടന്നിട്ട് അങ്ങോട്ട് ഉരുളും. എന്നിട്ട് പനി കണ്ട് വന്ന് മേലിൽ കണ്ട് വിറച്ചിട്ട് ആ കെടുത്ത് അവിടെ അങ്ങോട്ട് കെടുക്കൂട്ടാ. ഞാൻ പറയുമ്പോൾ എത്രത്തോളം സീരിയസ്നെസ് ഉണ്ടെന്നുള്ള എനിക്കറിയില്ല, പക്ഷെ അനുഭവത്തിൽ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ, ഉമ്മ അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പം എയിമെന്നാണ് ഇത് ചൊറി വരണം എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. അങ്ങനെ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ മീന് അതുപോലെയുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. പക്ഷെ മീനൊക്കെ കൊണ്ടുവരൽ നിർത്തി. പിന്നെ അതേപോലെ വൈഫിൻ്റെ വീട്ടിലൊരു പരിപാടി ഉണ്ടായപ്പോൾ അവിടുന്ന് ബീഫ് കഴിച്ചു. അങ്ങനെ മനസ്സിലായി ബീഫുമെന്നാണ് മകച്ചോറി വരണത് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ബീഫ് വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്താണ് ഉമ്മാക്ക് ചൊറി വന്നിരുന്നത്. ഓക്കെ, നമ്മൾ വെള്ളിയാഴ്ച നമ്മളിവിടെ ബീഫ് കൊണ്ടുപോകായിരുന്നു അന്ന്. അപ്പം അന്ന് അത് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയില്ലെങ്കിലും അപ്പുറത്തെ വീട്ടിൽ ബീഫ് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് ഇവിടെ പ്രശ്നം തുടങ്ങും. ആ ബീഫുമെന്നാണ് നമുക്ക് മനസ്സിലായി. അങ്ങനെ ബീഫ് വീട്ടിൽ കൊണ്ടുവരാണ്ടായി. പക്ഷെ ബീഫ് വീട്ടിൽ കൊടുന്നില്ലെങ്കിലും അപ്പുറത്തെ വീട്ടിൽ ബീഫ് വെച്ച് കഴിഞ്ഞാലും ഇവിടെ ഉമ്മാക്ക് പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ അത് പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കണില്ല, ഈ അടുക്കള അവിടെ കെട്ടിയിട്ടാണ് ഈ അസുഖവും കാര്യങ്ങളും വരണം എന്നുള്ളത് നമുക്ക് അറിയണില്ല കേട്ടോ. പിന്നെ ഉമ്മാക്ക് അത് കഴിഞ്ഞതിന് ശേഷം വേറെ അസുഖവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. അതായത് ഒരു മാസത്തിൽ ഒരു 10-15 പ്രാവശ്യത്തോളം ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ബ്ലഡ് തുപ്പൽ തുടങ്ങി, തുപ്പണതൊക്കെ ബ്ലഡ്. അങ്ങനെയൊക്കെ ഭയങ്കര പേടിയായിട്ടാണ്, ബ്ലഡൊക്കെ വരണുണ്ട്. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഉമ്മാക്ക് ടെസ്റ്റ് ചെയ്യും, ഓരോ ടെസ്റ്റും ചെയ്യും. ഓരോ ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പം ഉമ്മാക്കില്ല. പക്ഷെ ഉമ്മാക്ക് ഫുൾ അസുഖവും കാര്യങ്ങളും ഇല്ല. എടുക്കാത്ത ടെസ്റ്റ് ഉമ്മാക്കില്ല. എല്ലാ ടെസ്റ്റും കാര്യങ്ങളും ഡോക്ടർ എഴുതും, നമ്മൾ പോയി എടുക്കും. റിസൾട്ട് വരുമ്പോൾ അതിലൊന്നും ഒരു കുഴപ്പമില്ല. മെഡിസിൻ ഇങ്ങനെ കഴിക്കല്ലാണ്ട് ഇതിനൊരു മാറ്റം കാണുന്നില്ല കേട്ടോ. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു അസുഖം മാറും, പിന്നെ അടുത്ത് വരും, ഒരു അസുഖം മാറും, അടുത്ത് വരും. ഇതന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ ഇത് കൊണ്ടുവന്ന് നോക്കിച്ചപ്പോഴല്ലേ മനസ്സിലായത് ആ അടുക്കള അവിടെ കെട്ടിയിട്ട പ്രശ്നങ്ങളാണ് എന്നുള്ളത്. പക്ഷെ മൂപ്പര് വന്ന് അത് നോക്കിയപ്പോൾ മൂപ്പര് പറഞ്ഞത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയിട്ടാ. കാരണം മൂപ്പര് പറഞ്ഞത് എങ്ങനെയാണ്, പൊട്ടിത്തെറി വരെ സംഭവിക്കേണ്ടതായിരുന്നു. ഉമ്മാന്റെ ഓത്ത് അതേപോലെ പ്രാർത്ഥന നിസ്കാരം കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കാണ്ടിരുന്നത്. ഇതിനും വലുത് എന്തൊക്കെയോ വരാനുള്ളതായിരുന്നു. അതുകൊണ്ട് ഈ അടുക്കള ഇവിടുന്ന് തറക്കല്ലടക്കം ഒഴിവാക്കണം എന്ന് മൂപ്പര് പറഞ്ഞു. അശോ, അത് കേട്ടപ്പോൾ, കാരണം ഉണ്ടാക്കിയത് പൊളിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു, കാരണം അത്രയും പൈസ കൊടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ നമുക്ക് അത് പൊളിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സങ്കടം ബുദ്ധിമുട്ടൊക്കെ ആണല്ലോ. അങ്ങനെ പിന്നെ നിവർത്തില്ല, പൊളിക്കല്ലാണ്ട് നിവർത്തില്ല, കാരണം നമുക്ക് അതല്ലല്ലോ വലുത്. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, തറക്കല്ലടക്കം പൊളിച്ച് ഒഴിവാക്കി. ഇവിടെയാണ് വിശ്വസിക്കേണ്ടത് കേട്ടോ. കാരണം ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷെ കുറേ ആൾക്കാർക്ക് ഇത് ചിരി വരാം. ചിരിക്കണവർ ചിരിച്ചിരുന്നോളൂ, വിശ്വസിക്കണവർ വിശ്വസിച്ചോളൂ. അപ്പം ഇത് പൊളിച്ച് മാറ്റി, തറക്കല്ലടക്കി പൊളിച്ച് മാറ്റിയോട് കൂടിയിട്ട് ഉമ്മാക്ക് ഇതുപോലുള്ള അസുഖ കാര്യങ്ങളൊന്നുമില്ല. അതാണ് സംഭവം. അവിടെയാണ് എനിക്ക് വിശ്വാസം വന്നത്. അതേപോലെ മറ്റേ മാസത്തിൽ 15 ദിവസം ഹോസ്പിറ്റലിലേക്ക് കയറാം. ഇത് പിന്നെ അതുപോലുള്ള ചീഞ്ഞ അസുഖങ്ങളുണ്ടല്ലോ, ഇങ്ങനെ അസുഖം വരെ ഹോസ്പിറ്റലിൽ പോകും. ആ സംഭവം തന്നെ പിന്നെ ഇല്ലാണ്ടായി.
അതിന്മേൽ നമുക്ക് അങ്ങോട്ട് വിശ്വാസം വന്നു, ഈ പോക്ക് വരവുള്ളത് ശരിയാണെന്നുള്ളതും അതിനെ വിശ്വസിക്കണം എന്നുള്ളതും ആദ്യം നമുക്ക് അങ്ങോട്ട് മനസ്സിലായി. അതിനുശേഷം പിന്നെ അങ്ങനത്തെ അസുഖ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വീട്ടിൽ ബീഫ് ഉണ്ടാവും. പിന്നെ അതിന് ശേഷം ഉമ്മാക്ക് ബീഫിനോട് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടം പോയേട്ടാ. കഴിക്കാണ്ടായപ്പോൾ പിന്നെ ഉമ്മാക്ക് അതിൻ്റെ ഇഷ്ടം പോയി. പിന്നെ വീട്ടിൽ ബീഫ് കൊണ്ടുവരുന്നുണ്ട്, ബീഫ് ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ കഴിക്കുന്നുണ്ട്. ഉമ്മാക്ക് ആ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഇല്ല. അതിന്മേലാണ് നമുക്ക് വിശ്വാസം വന്നത് കേട്ടോ. പോക്കുവരെന്ന് പറയണ മക്കളെ അത് നമ്മളീ കൊണ്ടേ പോകുള്ളൂ. കാരണം ഇവിടെ ഇമ്മ കാണിച്ചു കൂട്ടിയത് എന്താന്നുള്ളത് നമ്മൾ കണ്ട വ്യക്തികളാണ്. കാരണം അടി തൊട്ടിട്ട് മേലെ വരെ മകൻ്റെ ചൊറിഞ്ഞിട്ട് ഭയങ്കര ചൊറിച്ചിലേക്കാരം. എന്നിട്ട് അങ്ങോട്ട് ബെഡ് കിടന്ന് അങ്ങോട്ട് ഉരുളും. എന്നിട്ട് പനിച്ചിട്ട് കണ്ട് 2-3 പുതപ്പൊക്കെ കണ്ട് ഇട്ടിട്ട് എന്താ പറയുക, കുറേ നേരം അങ്ങനെ പിടിച്ച് നിൽക്കണം. എന്നാലേ വിറയിൽ കണ്ട് മാറുള്ളൂ. നന്നായിട്ട് വിറക്കൂട്ട, വിറയിൽ മാറുള്ളൂ. പിന്നെ നിൽക്കുന്നിടത്തുനിന്ന് തളർന്ന് വീഴുക, പിന്നെ ക്ഷീണം, തളർച്ച, ഇതുപോലുള്ള ഒരുപാട് സംഭവം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, ഓരോ ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഒടുക്കം ഈ ബ്ലഡ് തുപ്പൽ തുടങ്ങിയപ്പോഴാണ് നമ്മൾ പേടിച്ചത്. കാരണം തുപ്പണതൊക്കെ ബ്ലഡേ. അപ്പോൾ നമുക്കൊരു പേടിയായി, ഇതെന്താ സംഭവം ഒന്നും ഇതിൽ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതും തന്നെ ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് വന്നു, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ ആളെ കൊടുന്ന് നോക്കി ചേട്ടാ, അതിന്മേലാണ് നമുക്ക് വിശ്വാസം വന്നത്. അപ്പോൾ വിശ്വസിക്കേണ്ടത് നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം പലർക്കും ഇത് വിശ്വാസം ഉണ്ടാവില്ല. ഞാൻ തന്നെ ഇത് വേറുള്ളവരോട് പറയുമ്പോൾ അവരെന്നെ ഇത് ചിരിച്ചിട്ടാണ് തള്ളാറട്ടോ. കാരണം നമുക്ക് അനുഭവത്തിൽ വരുമ്പോഴാണല്ലോ നമുക്കത് വിശ്വാസം വരുള്ളൂ. അതാണ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഏതൊരു ആളുടെ അനുഭവം നമുക്ക് കേൾക്കുമ്പോൾ അതൊരു കഥയികാരം, പക്ഷെ അനുഭവിച്ച ആൾക്കാണ് അത് അനുഭവമായിട്ട് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള നമ്മൾ കേട്ടിട്ടുണ്ട്. ബീഫ് വീട്ടിൽ വെക്കുന്നുണ്ട്, അപ്പുറത്ത് വെക്കുന്ന നമ്മൾ വീട്ടിൽ കഴിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു പ്രശ്നമില്ല. മറ്റേത് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. വീട്ടിൽ ബീഫ് വെച്ചിട്ടില്ലെങ്കിലും അപ്പുറത്തെ വീട്ടിൽ ബീഫ് വെച്ചാൽ ഇവിടെ ഉമ്മക്ക് അസുഖം തുടങ്ങി. അങ്ങനെയായിരുന്നു. അപ്പോൾ അതന്നെയല്ലേ ഈ പോക്ക് വരവിൻ്റെ പ്രശ്നം തന്നെയല്ലേ ആ മൂപ്പര് പറഞ്ഞ അതുതന്നെയാണല്ലോ അപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിശ്വസിക്കണം. പല കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഞാനിത് കുറേ ദിവസമായി ഞാനിത് പറയണം വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചത്. ഞാൻ അടുക്കള ഉണ്ടാക്കിയിട്ടുള്ള അതൊക്കെ ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാട്ടോ, എവിടെയാണ് അടുക്കള ഉണ്ടാക്കിയെന്നുള്ളതും ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണെന്നുള്ളതും ഞാൻ കാണിച്ചു തരാട്ടോ. അതായത് ഇപ്പോൾ ഷുഗറുണ്ട്, പ്രഷർ, അതുപോലുള്ള സംഭവം കാര്യങ്ങൾക്കുള്ള മെഡിസിൻ മാത്രമേ ഇപ്പോൾ കഴിക്കണുള്ളൂ. അതല്ലാണ്ട് ഇപ്പോൾ അന്നൊക്കെ എത്ര മെഡിസിനായിരുന്നെന്നറിയോ, ഒരുപാട് മെഡിസിനായിരുന്നു അന്നൊക്കെ അമ്മ കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ സ്ഥലം കൂടെ ഞാനൊന്ന് കാണിച്ചു തരാട്ടോ. ഏതായാലും നിങ്ങൾ അതൊന്ന് കാണും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ തൊട്ട വീട്ടിൽ നിന്നാണ്. കാരണം ഇവിടെ ആരുമില്ല, ഇവരുടെ വീട്ടിൽ പോയതാണ്. അപ്പോൾ ഞാനിവിടെ കൊലയിൽ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത് കേട്ടോ. ഇതാണ് നമ്മളെ വീട്, നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ എവിടെയാണ് അടുക്കള കെട്ടിയിരുന്നെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാ ക്യാമറ എടുക്കട്ടെ. ഈ ഒരു ഭാഗത്തായിരുന്നു അടുക്കള കെട്ടിയിരുന്നത് കേട്ടോ. ഈ ഓടക്കല്ലേ, ഈ ഓടൊക്കെ അടുക്കളയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന കെട്ടിയത്, അതുവരെ അടുക്കളയായിരുന്നു. ഇവിടെ അയലാക്കിയിട്ട് യൂസ് ചെയ്യുകയാണ്, തിരുമ്പിയതൊക്കെ തോരടുന്ന സ്ഥലമായിട്ട്. ഇതാ ഈ ഇവിടെ ഇരുന്ന അടുക്കള ഉണ്ടായിരുന്നത്. ഈ അടുക്കള മൊത്തം പൊളിച്ച് ഒഴിവാക്കിയതിന് ശേഷമാണ് ഉമ്മാൻ്റെ അസുഖം മാറിയത്. കാരണം ഇവിടെ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ കെടുക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് കാണിച്ചു തരണില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അപ്പം അതാണ് പറഞ്ഞത്, ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഇരുന്നിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഈ ടീഷർട്ട് എങ്ങനെ ഉണ്ട്? പുതിയതായിട്ട് കിട്ടിയതാണ്. ആഫി പെങ്ങൾ ഗൾഫിൽ നിന്ന് വന്നു, ആഫിട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ പെങ്ങൾ കൊണ്ടുവന്ന ടീഷർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും കേട്ടോ.